2017 ഫെബ്രുവരിയിലാണ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വാർത്ത പുറം ലോകം അറിയുന്നത്. തൃശൂർ നഗരത്തിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ തെന്നിന്ത്യൻ സൂപ്പർ നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ വാനിടിപ്പിച്ചായിരുന്നു കൊട്ടേഷൻ സംഘം ആക്രമണത്തിന് തുടക്കം കുറിച്ചത്. ക്രിമിനൽ ഉൾപ്പെടെയുള്ള അക്രമി സംഘം നടിയുമായി കാറിൽ 1 മണിക്കൂറിലധികം നഗരത്തിലൂടെ കറങ്ങി. കേസിന് പിന്നിൽ മലയാള സിനിമയിലെ ജനപ്രിയ താരം കുടുങ്ങി. തന്റെ ശരീരത്തിൽ മറ്റുള്ളവർ അനുവാദം കൂടാതെ സ്പർശിച്ചാൽ അവൾ കഥകൾ പുറം ലോകത്തെ അറിയിക്കാതെ മൂടിവെക്കുമെന്ന് കരുതിയ ജനപ്രിയ നായകന് തെറ്റി. മലയാള സിനിമയിൽ ജനപ്രിയ നായകൻ എന്ന ടൈറ്റിൽ റോളിൽ തിളങ്ങിയിരുന്ന നടൻ ആദ്യം മുതൽ തന്നെ സംശയത്തിന്റെ നിഴലിലായിരുന്നു. പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാതെ അറസ്റ്റ്, 85 ദിവസം റിമാൻഡ്, പിന്നീട് സ്വാഭാവിക ജാമ്യം നേടി വിട്ടയക്കൽ. എന്നാൽ അവിടെ ആരംഭിക്കുകയായിരുന്നു മലയാള സിനിമയുടെ ശനിദശ. തന്റെ മാനത്തിന് വില പറഞ്ഞ നികൃഷ്ടന്മാരോടുള്ള അടങ്ങാത്ത രോഷം സ്ത്രീയെ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ പ്രാപ്തയാക്കി. ഒരു സ്ത്രീ പോരാടാൻ തീരുമാനിച്ചിടത്തു നിന്നാണ് എല്ലാം തുടങ്ങിയതെന്ന പ്രമുഖ നടിയുടെ വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ ജനസമൂഹം ശരിവെക്കുകയായിരുന്നു. തുടർന്ന് സിനിമാ മേഖലയിൽ എക്കാലത്തും സ്ത്രീകൾ പീഡനങ്ങൾക്കിരയാകുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ട് WCC സംഘടന രൂപീകരിച്ചു. 2017 രൂപീകരിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 2024 ഓഗസ്റ്റ് 19 പുറത്തിറങ്ങി. മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളോടുള്ള വിവേചനത്തിന്റെയും ചൂഷണത്തിന്റെയും ലൈംഗിക അതിക്രമങ്ങളുടെയും ഞെട്ടിക്കുന്ന ഭയാനകമായ കഥകൾ വെളിപ്പെടുത്തി. ഞെട്ടലോടെയാണ് പുറം ലോകം ആ റിപ്പോർട്ടിനെ കണ്ടത്. പല കിരീടങ്ങളും വീണുടഞ്ഞു. ആട്ടിൻ തോലിട്ട പല ചെന്നായ്ക്കളും മലയാള സിനിമയിൽ വാഴുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി കേരളത്തിന് കാട്ടിത്തന്നു. റിപ്പോർട്ടിന് പിന്നാലെ താരങ്ങൾ നേരിട്ട ദുരനുഭവത്തിന്റെ വ്യാപ്തി വെളിച്ചത്ത് കൊണ്ടുവന്ന് നിരവധിയായ ആരോപണങ്ങളുമായി സ്ത്രീകൾ രംഗത്തെത്തി. ഇനിയും അവസാനിക്കാത്ത താരരാജാക്കന്മാരുടെയും അണിയറ പ്രവർത്തകരുടെയും സിനിമാ സംവിധായകരുടെയും എന്തിന് ചലച്ചിത്ര ലോകത്തെ തന്നെ നാണം കെടുത്തുന്ന കഥകൾ കേട്ട് ഓരോ സൂര്യോദയത്തിലും മൂക്കത്ത് വിരൽ വെക്കുകയാണ് മലയാളി. അതേസമയം ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ രംഗത്ത് വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ നടപടികളും സമൂഹത്തിന് മാതൃകയാണ്. ഒരു സിനിമാ ലോകം കൊണ്ട് സ്ത്രീ പീഡന കഥകൾ തീരുന്നില്ല. ഹേമ കമ്മിറ്റിയുടെ ചലച്ചിത്ര ലോകത്തെ അതിക്രമങ്ങൾ വെളിച്ചത്ത് വരുമ്പോൾ പലവിധ മേഖലകളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്. വിവിധ മേഖലകളിലെ വമ്പൻ സ്രാവുകളുടെ ഇംഗിതത്തിന് വഴങ്ങേണ്ടി വരുന്ന സ്ത്രീകൾ നിലനിൽപ്പിനായി ആരെയൊക്കെയോ പേടിച്ച് ഒന്നും പുറത്തു പറയാറില്ല. ഹേമ കമ്മിറ്റി സിനിമാ ലോകത്തിനുള്ളിൽ ഒതുങ്ങുമ്പോൾ മറ്റിടങ്ങളിലും സ്ത്രീ സുരക്ഷിതയല്ല. നിഷ്പക്ഷമായ ഒരു നിയമസംഹിതയ്ക്ക് മാത്രമേ സ്ത്രീയെ സുരക്ഷിതയാക്കാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീ സംരക്ഷണത്തിന് നിരവധിയായ നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് കൃത്യമായി പാലിക്കപ്പെടുമ്പോഴാണ് സ്ത്രീ സുരക്ഷിതയാവുന്നത്.